നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം മുങ്ങിയ 65-കാരനെ പുനലൂർ പോലീസ് പിടികൂടി. പിടിയിലായത് മുസാവരി സ്വദേശി മതാസറ. ചടയമംഗലം തിരുവായ്ക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വൻ കവർച്ച. കാണിക്ക വഞ്ചികളും മേശകളും കുത്തിത്തുറന്ന മോഷ്ടാക്കൾ 60,000-ഓളം രൂപ അപഹരിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിലെ പ്രതി വെഞ്ചേമ്പ് സ്വദേശി 22-കാരൻ പുനലൂർ പോലീസിന്റെ പിടിയിൽ. 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം മുങ്ങിയ 65-കാരനെ പുനലൂർ പോലീസ് പിടികൂടി. മുസാവരി സ്വദേശി മദാറസയാണ് പിടിയിലായത്. പുനലൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്ന് വ്യാഴാഴ്ച വൈകിട്ട് 7 മണിയോടെ പുനലൂർ എസ് ഐ TS ശിവപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ പിടികൂടുകയായിരുന്നു. കൊച്ചാപ്പ എന്നറിയപ്പെടുന്ന ഇയാൾ മുൻ ചുമട്ടുതൊഴിലാളിയാണ്. സമീപവാസിയും ബന്ധുവുമായ ബാലികയെ കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിലേക്ക് വിളിച്ചു കയറ്റി പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ ശരീരത്തെ പാടുകൾ കണ്ട രക്ഷിതാക്കൾ ചോദ്യം ചെയ്തപ്പോഴാണ് പീഡന വിവരം പുറത്തുവന്നത്. സൺ ഓഫ് മൈദീൻ കുഞ്ഞ് മുസാവരി കുഞ്ഞ്, അയാളെ പഴയ ഒരു ചുമട്ടുതൊഴിലാളിയാണ്. അയാളെ 8 വയസ്സുള്ള ഒരു കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ച് പീഡിപ്പിച്ചതിൻ്റെ കുട്ടി രക്ഷകർത്താവിനോട് പറയുകയും കുട്ടിയെ രക്ഷകർത്താവുമായിട്ട് സ്റ്റേഷനിൽ ഹാജരായി പറയുകയും ഞങ്ങൾ കേസെടുക്കുകയും ചെയ്തു. തുടർന്ന് വിവിധങ്ങളായ അന്വേഷണങ്ങൾ നടത്തുകയും മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാത്തൊരു മനുഷ്യനായതുകൊണ്ട് അത്തരത്തിലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ നടത്തി പല രീതിയിലുള്ള അന്വേഷണം നടത്തിയതിൻ്റെ ഫലമായി ഇയാൾ ഷൊർണൂരിൽ നിന്ന് കൊല്ലത്തേക്ക് വരുന്നുള്ള വിവരം കിട്ടുകയും ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടി പുനലൂർ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിന്ന് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. KSRTC എംപ്ലോയീസ് സഹകരണ സംഘം ഭരണസമിതി തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച പുനലൂരിൽ നടന്നു. LDF പാനൽ സമ്പൂർണ്ണ വിജയം നേടി. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ LDF വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തുവെന്ന് AITUC ആരോപിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയായിരുന്നു വോട്ടെടുപ്പ്. KSRTEACITU, KSTEU, AITUC എന്നിവയുടെ അംഗങ്ങളടങ്ങിയ ഇടത് പാനലും INTUC പാനലും തമ്മിലായിരുന്നു മത്സരം. അതേസമയം വോട്ടെടുപ്പ് ദിനത്തിൽ CITU വ്യാജ ID കാർഡുകൾ വിതരണം ചെയ്തുവെന്ന് INTUC പുനലൂർ യൂണിറ്റ് സെക്രട്ടറി S. ഷെറീഫ് ആരോപിച്ചു. സഹകരണ നിയമം അനുസരിച്ച് ഒരു സഹകരണ സംഘത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ 2 ദിവസം മുമ്പ് അതിന്റെ ഐഡന്റിറ്റി കാർഡ് വിതരണം നിർത്തിവെക്കണമെന്നാണ് സഹകരണ ചട്ടം അനുശാസിക്കുന്നത്. എന്നാൽ പുനലൂർ KSRTC എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ 8-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ 8-ാം തീയതി രാവിലെ മുതൽ ഒരു വാഹനത്തിൽ അനധികൃതമായിട്ട് കുറേ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കി ഇവിടെ വഴി കൂടെ പോകുന്നവരെയും റിട്ടയർ ആയവരെയും പരാജയ ഭീതി കൊണ്ട് അങ്ങനെ റോഡിൽ കൂടെ പോകുന്നവരെയൊക്കെ വിളിച്ച് വോട്ട് ചെയ്യിക്കുന്നൊരു പ്രവണതയാണ് കണ്ടുവരുന്നത്. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെല്ലാം പരാതി കൊടുക്കുകയും അതിന് ശാശ്വതമായ പരിഹാരം ഏതാനും ദിവസങ്ങൾക്കകം ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. എന്നാൽ തങ്ങൾ വ്യാജ കാർഡുകൾ വിതരണം ചെയ്തിട്ടില്ലെന്നും പരാജയ ഭീതി പൂണ്ട INTUC-കാർ വ്യാജ പ്രചരണം നടത്തുകയാണെന്നും CITU ജില്ലാ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ പറഞ്ഞു. പരാജയ ഭീതി പൂണ്ട INTUC-കാർ കള്ളപ്രചരണമാണ് ഇത്തരത്തിൽ നടത്തിയത്. ആ കാർഡുകൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ 2 ജീവനക്കാരുടെ കാർഡ് അവർ ആ കാറിൽ ഇട്ടിട്ട് പോയതാണ്, അല്ലാതെ വ്യാജ കാർഡല്ല. അത് വെച്ചാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. വേറെ ഒരു കൃത്രിമവും നടന്നിട്ടില്ല. അത്തരത്തിലൊരു പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ അതിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കെല്ലാം അത് വ്യാജക്കാട്ടാണെങ്കിൽ പിടിക്കാമായിരുന്നല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് അതിനകത്ത്. അവർക്കല്ല അത് അതിനകത്ത് ചലഞ്ച് ചെയ്യാം. അതൊന്നും ഉണ്ടായിട്ടില്ല. ചുമ്മാ 2 കാർഡ് കാണിച്ചുകൊണ്ട് പരാജയഭീതി പൂണ്ട INTUC-കാരുടെ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളാണ്. അത് ഇവിടുത്തെ തൊഴിലാളിക്കെല്ലാം അറിയാം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിലെ പ്രതി വെഞ്ചേമ്പ് സ്വദേശിയായ 22-കാരനെ പുനലൂർ പോലീസ് പിടികൂടി. അതേസമയം പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നുവെന്ന പ്രതിയുടെ വെളിപ്പെടുത്തലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വെഞ്ചേമ്പ് മൂഴിയിൽ പടിഞ്ഞാറ്റിൻകര വീട്ടിൽ സുരേഷിന്റെ മകൻ സേതു എന്ന 22-കാരനാണ് പുനലൂർ പോലീസിന്റെ പിടിയിലായത്. ഇപ്പോൾ 17 വയസ്സുള്ള പെൺകുട്ടിയെ 15 വയസ്സ് മുതൽ സേതു പീഡിപ്പിച്ചതായി വ്യക്തമായതായി പോലീസ് പറഞ്ഞു. തിങ്കളാഴ്ച പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിൽ പുനലൂർ CI KS അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 15 വയസ്സ് പ്രായമുള്ള സമയത്ത് ഈ പെൺകുട്ടിയുമായി അവിഹിത ബന്ധം തുടങ്ങിയതാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മാതാവ് കണ്ടുപിടിക്കുന്നത്, വിവരം തരുന്നത്. വിവരം ഇന്ന് രാവിലെയാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയെ വൈദ്യപരിശോധന നടത്തി പ്രതിയെ ഇപ്പോൾ 4 മണിക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഈ പ്രതിയും പെൺകുട്ടിയും സ്നേഹത്തിലായിരുന്നു എന്നാണ് പ്രതി പറയുന്നത്.
അതിനെക്കുറിച്ച് കൂടുതലായി അന്വേഷിക്കുന്നുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കിഴക്കൻ മേഖലയിൽ പീഡനങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് CI പറഞ്ഞു. പുനലൂർ ഭാഗത്തിപ്പോൾ ഈ പീഡനം വളരെ കൂടി വരികയാണ്. അപ്പോൾ പോലീസിന്റെ ശക്തമായ നടപടി ഈ കാര്യത്തിൽ ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂരിലെ ഡോക്വ ക്ലീനിംഗ് യൂണിറ്റിലെ വനിതാ തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടാൻ വഴിയൊരുക്കിയ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ അവർക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തി. പ്ലാച്ചേരിയിലെ ഡബ്ബിംഗ് യാർഡ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് സമരം ചെയ്ത് പൂട്ടിച്ചതെന്ന് ഏരിയ സെക്രട്ടറി ശരൺ ശശി ചൂണ്ടിക്കാട്ടി. നമുക്കറിയാം, പ്ലാച്ചേരിയിൽ നടന്നിരുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്തിരുന്ന ഡംപിംഗ് യാർഡ്, അവിടെ പ്രാദേശികമായിട്ടുള്ള യൂത്ത് കോൺഗ്രസുകാരും ചില പ്രാദേശിക കോൺഗ്രസുകാരും എല്ലാം ചേർന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം വളരെ വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ട് ഇത് അടച്ചുപൂട്ടാൻ വേണ്ടിയുള്ള നേതൃത്വമെല്ലാം കൊടുത്തത് യൂത്ത് കോൺഗ്രസുകാരാണ്. പ്ലാച്ചേരിയിലെ ഈ ഡംപിംഗ് യാർഡ് അടച്ചുപൂട്ടുന്നതിന് നേതൃത്വം കൊടുത്ത ഇതേ കോൺഗ്രസുകാർ തന്നെ അതുമൂലം ജോലി നഷ്ടപ്പെട്ട ഡോക്കോ ക്ലീനിംഗ് യൂണിറ്റുകാരുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. പ്ലാച്ചേരിയിലെ ഡംപിംഗ് യൂണിറ്റ് പൂട്ടിയതോടെയാണ് നഗരത്തിലെ മാലിന്യം ശേഖരിച്ചിരുന്ന ഡോക്വ യൂണിറ്റിലെ തൊഴിലാളികൾക്ക് ജോലിയില്ലാതായത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ നടത്തിയ സമരത്തെ തുടർന്നാണ് ഡംപിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം നിർത്താൻ നഗരസഭ നിർബന്ധിതമായത്. എന്നാൽ തൊഴിലില്ലാതായ വനിതാ തൊഴിലാളികൾക്ക് നഗരസഭ മുൻകൈയെടുത്ത് തൊഴിൽ നൽകണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ AK നസീറും S റജിരാജും തൊഴിലാളികളെയും കൂട്ടി വാർത്താസമ്മേളനം നടത്തിയിരുന്നു. തൊഴിൽ ഇല്ലാതാക്കിയവർ തന്നെ തൊഴിലാളികൾക്ക് വേണ്ടി രംഗത്ത് വന്നത് വിരോധാഭാസമാണെന്ന് ഡിവൈഎഫ്ഐ ഏരിയ സെക്രട്ടറി ശരൺ ശശി പറഞ്ഞു. ഇവർക്ക് വേണ്ടി, ഈ ഡോക്കോ ക്ലീനിംഗ് യൂണിറ്റുകാർക്ക് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ളത്, അല്ലെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്നും നിലകൊണ്ടിട്ടുള്ളത്, അവർക്ക് വേണ്ട യൂണിഫോമുകൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവർക്ക് വേണ്ട കയ്യുറകൾ കൊടുക്കുന്ന അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഡിവൈഎഫ്ഐ ആണ്. ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരുടെ ജോലി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളും എല്ലാം തന്നെ പുനലൂർ മുനിസിപ്പാലിറ്റിക്ക് നിലവിൽ നൽകിയിട്ടുള്ളതുമാണ്. ഇത് ഇടതുപക്ഷ സാന്നിധ്യം വഹിക്കുന്ന പുനലൂർ മുനിസിപ്പാലിറ്റി ഇതിനുവേണ്ട നടപടികൾ എടുക്കും എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ വിശ്വസിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സമരങ്ങൾ നടത്തി പ്ലാച്ചേരിയിലെ ഡംപിംഗ് യാർഡ് അടച്ചുപൂട്ടിക്കാൻ നേതൃത്വം കൊടുത്ത കോൺഗ്രസുകാർ തന്നെ ഇതേ ഡോക്കോ ക്ലീനിംഗ് യൂണിറ്റുകാർക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്നത് തീർത്തും അപഹാസ്യമാണെന്നാണ് ഡിവൈഎഫ്ഐക്ക് വേണ്ടി പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചടയമംഗലം തിരുവായിക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വൻ കവർച്ച. കാണിക്കവഞ്ചികളും മേശകളും കുത്തിത്തുറന്ന മോഷ്ടാക്കൾ 60,000-ഓളം രൂപ അപഹരിച്ചു. വ്യാഴാഴ്ച രാത്രിയാണ് കവർച്ച നടന്നത്. കാണിക്കവഞ്ചികളിലും മേശകളിലും ഉണ്ടായിരുന്ന പണം അപഹരിക്കപ്പെട്ടു. 60,000-ഓളം രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രത്തിനു സമീപത്തെ മുറികൾ കുത്തിത്തുറന്ന ശേഷം അവിടെ നിന്നെടുത്ത ചിരവയും കമ്പികളും ഉപയോഗിച്ചാണ് കാണിക്കവഞ്ചികൾ കുത്തിത്തുറന്നത് എന്ന് സംശയിക്കുന്നു. രാവിലെ ഒരു 6 മണിക്ക് ക്ഷേത്രം തുറക്കാൻ വരുമ്പോഴാണ് കാണുന്നത്. അവിടെ പുറത്തെ വാതിലുകളൊന്നും അപ്പോൾ തുറന്നിട്ടില്ല. പുറത്തൊരു വാതിലൊരു പാടുണ്ടായിരുന്ന പോലും അറിഞ്ഞില്ല. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ തുറന്ന അകത്ത് കയറുമ്പോഴാണ് അവിടുത്തെ വലിയ 2 വഞ്ചി പൊളിച്ചിട്ടിട്ടുണ്ട്. അതിനകത്തുള്ള 2 മേശയും 2 മേശയുടെയും ആയിട്ട് 5 ട്രായ ഉണ്ടായിരുന്നു. 5ഉം കുത്തിപ്പൊളിച്ച് മാറ്റിയിരിക്കണം. അതിൽ നിന്ന് നാണയം 1 രൂപ പോലും ബാക്കിയില്ലാതെ മൊത്തം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഒരു കാൽക്കുലേറ്റർ, വേറെ സാധനമായിട്ട് വരുന്ന കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ട്. ഈ വഞ്ചിയിലെന്ന് പറഞ്ഞാൽ നമ്മൾ 2 മാസം കൂടുന്തോറും എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് 50,000 രൂപ വരുന്നതാണ് വഞ്ചി. ശ്രീകോവിലിന് മുമ്പിലിരുന്ന പ്രധാനപ്പെട്ട 2 വഞ്ചിയാണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി പുറത്ത് വന്നതിന് ശേഷം പുറത്ത് നമ്മുടെ ക്ഷേത്രത്തിൽ പൂജാ സാധനങ്ങൾ വയ്ക്കുന്ന മുറി, അതുതന്നെ ക്ഷേത്രത്തിൽ കാര്യക്കാരായിട്ട് ഉപയോഗിക്കുന്ന കഴകമൊക്കെ ഉപയോഗിക്കുന്ന മുറി, ഇതെല്ലാം കുത്തിപ്പൊളിക്കുക. ഇതിൽ നിന്നുള്ള ആയുധങ്ങൾ എടുത്താണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ വെളിയിലുണ്ടായിരുന്ന ഒരു വലിയ കമ്പി, പിന്നെ ഒരു ചിരവ, ഇവിടുത്തെ ആയുധങ്ങൾ കൊടുവാള്, പുല്ലിനും ഇങ്ങനെയുള്ളതൊക്കെ എടുത്താണ് പൂട്ടും കാര്യങ്ങളും എല്ലാം കുത്തിപ്പൊളിച്ച് എടുത്തിരിക്കുന്നത്. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് അപരിചിതനായ ഒരാൾ ക്ഷേത്രത്തിൽ വന്നിരുന്നുവെന്നും ക്ഷേത്ര ദർശനം നടത്താതെ വഞ്ചികളിൽ കാണിക്ക നിക്ഷേപിച്ച് പോയതായും ഭാരവാഹികൾ പറയുന്നു. ഇന്നലെ അവിചാരിതമായ ഒരാൾ ക്ഷേത്രത്തിൽ വന്നിരുന്നു. പക്ഷെ പുള്ളി ഒരു ഭക്തരാണ് എന്നാണ് പറഞ്ഞത്. പുള്ളി ഇവിടെ വന്ന് നട തുറക്കുന്നവരെ ഒരു 3 മണിക്ക് മുതൽ വന്നിട്ട് ഇവിടെ വന്ന് കാത്തിരുന്നതിന് ശേഷം ക്ഷേത്രം തുറക്കുന്നവരെ തുറന്നപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞു വന്നതാണ് എന്ന് പറഞ്ഞ് പുള്ളി എല്ലാ വഞ്ചിയിലും നാണയം ഇട്ടിട്ടാണ് അങ്ങ് പോയത്. അപ്പൊ അതിലൊരു സംശയമുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞേക്കുന്നത് തിരുവനന്തപുരത്തിനടുത്ത് വട്ടിയൂർക്കാവിലുള്ള ആളാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ചടയമംഗലം പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും എത്തി തെളിവെടുപ്പ് നടത്തി. 4 ദിവസം മുമ്പ് കുരിയോട് മുസ്ലിം ജമാഅത്തിലും ഇതേ രീതിയിൽ കവർച്ച നടന്നിരുന്നു. മുസ്ലിം ആരാധനാലയമുണ്ട്, അവിടെ ഇതേ രീതിയിലുള്ളൊരു സംഭവം ഉണ്ടായി. അവിടെയും പിന്നെ പെരുന്നാൾ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസമാണ് അവിടെ ഇതേ രീതിയിൽ അവർ ഓഫീസ് റൂം കുത്തി തുറക്കുകയും മേശകൾ തുറന്ന് അലമാരി തുറന്ന് മോഷണങ്ങൾ പെരുകുന്നത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ഇടമൺ 34-ൽ പട്ടയക്കൂപ്പിൽ കൈവശ ഭൂമിക്ക് പോക്കുവരവ് ഫീസ് കൊടുക്കാൻ അനുമതി ലഭിച്ച കുടുംബങ്ങൾ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഒത്തുചേർന്നു. യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. എത്രയോ ആളുകൾ വിദ്യാഭ്യാസ വായ്പ എടുക്കാൻ കഴിയാതെ, എത്രയോ ആളുകൾ നല്ല വീട് പണിയാൻ ലോൺ എടുക്കാൻ കഴിയാതെ,
എത്രയോ ആളുകൾ മകളെ കെട്ടിക്കുവാൻ ഒരു ലോൺ എടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് അതിനൊക്കെ അവസരമുണ്ടായി സ്വന്തം പേരിൽ കരം തീർത്ത രസീത് കിട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ 40 വർഷമായി പ്രദേശത്ത് 3 സെന്റും അതിൽ കൂടുതലും കൈവശം വെച്ചിരുന്നവരിൽ 200 പേർക്ക് വസ്തുവിന്റെ പോക്കുവരവ് ഫീസ് അടയ്ക്കാൻ റവന്യൂ വകുപ്പ് അനുമതി നൽകിയിരുന്നു. ഈ കുടുംബങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇടമൺ 34 ഒത്തുചേർന്നത്. 2012 മാർച്ചിൽ രൂപീകരിച്ച ആക്ഷൻ കൌൺസിലിന്റെ പ്രവർത്തന ഫലമായാണ് 2013 ജനുവരി മുതൽ നിലവിലെ കൈവശക്കാർക്ക് സ്വന്തം പേരിൽ തണ്ടപ്പേര് ലഭിക്കുന്നതിനായി പോക്കുവരവ് ഫീസ് ഒടുക്കാൻ അനുമതി ലഭിച്ചത്. ആക്ഷൻ കൌൺസിൽ ചെയർമാൻ സുമേഷ് ഇടമൺ യോഗത്തിൽ അധ്യക്ഷനായി. A.T. ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. B. അശോക് കുമാർ, ശ്യാമള സത്യൻ, L. ഗോപിനാഥപിള്ള, R. സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി മൂലം വലഞ്ഞ ഒരു കൂട്ടം തൊഴിലാളികൾ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറെന്നു കാട്ടി ചിതറയിൽ സ്ഥാപിച്ച ബോർഡ് കൌതുകമാകുന്നു. ഹോളോ ബ്രിക്സ് കമ്പനിയിലെ തൊഴിലാളികളായ പ്രദേശവാസികളും അന്യസംസ്ഥാനക്കാരും ചേർന്നാണ് തൊഴിൽ തേടി ബോർഡ് വെച്ചത്. ചിതറ മുതയിൽ കമ്പനിമുക്കിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ ബോർഡ് ശ്രദ്ധിക്കുക. കക്ഷിരാഷ്ട്രീയമില്ലാതെ സമരങ്ങൾക്കും മറ്റു പ്രകടനങ്ങൾക്കും പൊട്ടിച്ചിരിക്കാനും പൊട്ടിക്കരയാനും കൈയടിക്കാനും മിതമായ റേറ്റിൽ ലേബർ സപ്ലൈ ചെയ്യുന്നതാണ്. നിബന്ധനകൾ അക്രമാസക്തമായ പരിപാടികൾക്ക് പങ്കെടുക്കുന്നതല്ല. ലഹരി പദാർത്ഥങ്ങൾ കൊടുത്ത് പ്രവർത്തകരെ അടിമപ്പെടുത്തരുത്. ജാതിമത സംഘടനകൾക്ക് പ്രവർത്തിക്കുന്നതല്ല. കൊല്ലം, തിരുവനന്തപുരം ജില്ല വിട്ട് പ്രവർത്തിക്കുന്നതല്ല. റേറ്റ് 750 മുതൽ 1000 വരെ. NB ഈ ചെറുപ്പക്കാർ 24 മണിക്കൂറും നിർധനരായ രോഗികൾക്കും അല്ലാത്തവർക്കും സൌജന്യമായി രക്തം ദാനം ചെയ്യുന്നതാണ്. ആവശ്യമുള്ളവർ സമീപിക്കുക. കമ്പനിമുക്ക് മുതയിൽ. കോൺടാക്ട് നമ്പർ 9745769710. ക്വാറി സമരം മൂലം നിർമ്മാണ മേഖലയിൽ ഉണ്ടായ സ്തംഭനത്തെ തുടർന്ന് തൊഴിലില്ലാതായ ഒരു കൂട്ടം പ്രദേശവാസികളും അന്യസംസ്ഥാന തൊഴിലാളികളുമാണ് ഈ ബോർഡ് സ്ഥാപിച്ച് തൊഴിൽ തേടുന്നത്. നിർമ്മാണ മേഖലയിലും ഹോളോ ബ്രിക്സ് കമ്പനിയിലും പണിയെടുത്തിരുന്നവർ ഇപ്പോൾ പട്ടിണിയിലാണ്. പാറ, പാറപ്പൊടി, മെറ്റൽ എന്നിവ കിട്ടാതായതോടെ പ്രദേശത്ത് വീട് നിർമ്മാണം ഉൾപ്പെടെ ഏതാണ്ട് നിലച്ച അവസ്ഥയിലാണ്. ഇക്കാരണത്താൽ ഹോളോ ബ്രിക്സ് കമ്പനികളിൽ സ്റ്റോക്ക് ഇരിക്കുന്ന കട്ടകൾക്ക് ആവശ്യക്കാരില്ലാതെയായി. പ്രവാസ ജീവിതം മതിയാക്കി 5 വർഷത്തിന് മുമ്പ് ഇവിടെ വരികയും ഒരു തൊഴിൽ കണ്ടെത്തുകയും ചെയ്ത മേഖലയാണ് കൺസ്ട്രക്ഷൻ വർക്ക്. അങ്ങനെ 5 വർഷത്തിന് ശേഷം പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും പട്ടിണി കിടന്ന നമ്മുടെ തൊഴിലാളികൾ പട്ടിണി കിടന്ന ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. വളരെ ദുരിതമാണ് ഇപ്പോൾ നമ്മുടെ തൊഴിലാളികൾ 10-25 തൊഴിലാളികൾ ബംഗാളി സുഹൃത്തുക്കളടക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം മറ്റ് മെറ്റീരിയൽസ് സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് വളരെ ദുരിതമാണ്. അതിന് സർക്കാർ എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്ന്. പ്രദേശത്തെ വിവിധ കമ്പനികളിലും തൊഴിൽ മേഖലകളിലുമായി നിരവധി അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. ഓണം വരുന്നതോടെ ഇവരുടെ പ്രശ്നം രൂക്ഷമാകും. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ തൊഴിലാളികളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഈ ബോർഡ് യഥാർത്ഥത്തിൽ ഒരു പ്രതിഷേധത്തിന്റെ പ്രതീകമാണ്. തൊഴിൽ മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. വിലക്കയറ്റം അങ്ങേയറ്റം ദുരിതം. ഓണക്കാലമായി വരുന്നു. സാധനങ്ങളെല്ലാം തീവല. രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മാത്രം ഓശാന പാടുന്ന ഒരു വിഭാഗം ആൾക്കാർ. പക്ഷെ ഇന്ന് ആ ഒരു കാഴ്ച കേരളത്തിലെമ്പാടും കാണുന്നില്ല. ഇതൊരു കുഗ്രാമമാണ്. അപ്പോൾ ഈ കുഗ്രാമത്തിൽ നമ്മളൊരു പ്രതിഷേധത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ ബോർഡ് പടുത്തുയർത്തിയിരിക്കുന്നത്. എത്രയും വേഗം തങ്ങളുടെ തൊഴിൽ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്നാണ് വ്യത്യസ്തമായ പ്രതിഷേധത്തിലൂടെ ഇവരുടെ അപേക്ഷ. 20 दिन तक काम हो, अभी काम नहीं है और काम नहीं है तो क्या खाना खाएगा, क्या करेगा, हमको मुश्किल है, टेंशन है बहुत. तो इधर पहाड़पुरी भी तो ठेसर वाला बंद कर दिया. हम लोग क्या करेंगे समझ में नहीं आ रहा है. तो हम क्या करेगा, बंगाल जाएगा कि क्या करेगा, हमको अभी बहुत टेंशन है. तो आप लोग सरकार वाला कुछ कीजिए. हम लोग गरीब आदमी है. अगर काम नहीं चलेगा तो खाना क्या खाएगा और अब बाल बच्चा क्या खाएगा, ये मुश्किल. तो कुछ कीजिए हमारे लिए. ന്യൂസ് ബ്യൂറോ, കടക്കൽ. സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ അഭാവം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിക്കുന്നു. രോഗികൾ സ്വകാര്യ ആശുപത്രികളെയോ തിരുവനന്തപുരത്തെ ആശുപത്രികളെയോ ആണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ ENT നേത്രവിഭാഗം ഡോക്ടർമാരില്ല. ഡെന്റൽ ഉപകരണങ്ങൾ എത്തിയതിനു പിന്നാലെ ഡെന്റൽ ഡോക്ടറും സ്ഥലം കാലിയാക്കി. സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ കുറവ് മൂലം ഇവിടെ എത്തുന്ന രോഗികൾ തിരുവനന്തപുരത്തേക്ക് ചികിത്സ തേടി പോവുകയാണ് പതിവ്. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ പ്രധാന ആശുപത്രിയായ കടക്കൽ ആശുപത്രി താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയെങ്കിലും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ അഭാവം മൂലം പ്രവർത്തനം അവതാളത്തിലാണ്. വർക്കിംഗ് അറേഞ്ച്മെന്റിൽ ജോലി ചെയ്തിരുന്ന ENT ഡോക്ടർ തിരിച്ചുപോയ ശേഷം പകരം ഡോക്ടറെ നിയമിച്ചിട്ടില്ല. ഡെന്റൽ ഡോക്ടറുടെ സേവനം ലഭ്യമായിരുന്നുവെങ്കിലും അവശ്യ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം ചികിത്സ നടന്നിരുന്നില്ല. എന്നാൽ ഉപകരണങ്ങൾ എത്തിയപ്പോൾ ഡോക്ടർ സ്ഥലം മാറി പോവുകയും ചെയ്തു. ഡോക്ടർമാർ സ്ഥിരമായില്ലാത്തത് സ്വകാര്യ ആശുപത്രികളുടെ ഉയർച്ചയ്ക്ക് വളമാകുന്നുവെന്ന് ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. വിശ്വ ഹിന്ദു പരിഷത്ത് സുവർണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 17-ന് പുനലൂരിൽ ശോഭായാത്ര സംഘടിപ്പിക്കുന്നു. ഇതിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു.
പുതിയിടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തൃക്കോതേശ്വരം മഹാദേവർ ക്ഷേത്രത്തിലേക്കാണ് ശോഭായാത്ര. സ്വാഗത സംഘ രൂപീകരണ യോഗം എസ് ധനപാലന്റെ അധ്യക്ഷതയിൽ VHP തിരുവനന്തപുരം വിഭാഗ് സെക്രട്ടറി PM രവികുമാർ ഉദ്ഘാടനം ചെയ്തു. T വിജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. G വിപിനചന്ദ്രൻ, N ശ്രീപ്രകാശ്, ഗോപകുമാർ കൈപ്പള്ളിൽ എന്നിവർ സ്വാഗത സംഘം രക്ഷാധികാരികളും V ശ്രീകുമാർ ജനറൽ കൺവീനറുമാണ്. 12 അംഗ സ്വാഗത സംഘമാണ് രൂപീകരിച്ചത്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. യൂത്ത് കോൺഗ്രസ് തലവൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിറ്റ് ഇന്ത്യ ദിനാചരണവും സ്നേഹസംഗമ റാലിയും ജന്മദിനാഘോഷവും സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് രണ്ടാലമൂട് ജംഗ്ഷനിൽ കൊല്ലം DCC പ്രസിഡന്റ് V സത്യശീലൻ കിറ്റ് ഇന്ത്യ ദിനാചരണവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് തലവൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് R അനീഷ് കുമാർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം മുങ്ങിയ 65-കാരനെ പുനലൂർ പോലീസ് പിടികൂടി. പിടിയിലായത് മുസാവരി സ്വദേശി മതാസറ. ചടയമംഗലം തിരുവായ്ക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വൻ കവർച്ച. കാണിക്ക വഞ്ചികളും മേശകളും കുത്തിത്തുറന്ന മോഷ്ടാക്കൾ 60,000-ഓളം രൂപ അപഹരിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിലെ പ്രതി വെഞ്ചേമ്പ് സ്വദേശി 22-കാരൻ പുനലൂർ പോലീസിന്റെ പിടിയിൽ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.